ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളെ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് മറ്റു പ്രൊജക്ട്സിൽ നിന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊജക്ട്സ് ഡിഫറൻസ് ആവുന്നത് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആവുന്നത്, ഈ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്റ്റ് മാനേജ്മെന്റിന്റെ നീഡ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ബെനിഫിറ്റ്സ്. 3 മാർക്സിനൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന്റെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമ്മളത് പഠിച്ചു വെക്കണം. എന്താണ് പ്രൊജക്ട് മാനേജ്മെന്റിന്റെ നീഡ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ദെൻ ബെനിഫിറ്റ്സ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ നോക്കും. അത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നീഡ് ഫോർ എ പ്രൊജക്ട് മാനേജ്മെന്റ്. ഒരു പ്രൊജക്ട് മാനേജ്മെന്റിന്റെ നീഡ് എന്താണ്, അതിനെ കുറച്ച് പോയിന്റ്സ് ബൈ പോയിന്റ്സ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ഓരോ പോയിന്റ്സും ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കുറേ പോയിന്റ്സ് ആണ്. The project management is needed to ensure that the project is completed successfully within a specified time, budget, and quality requirements. Okay. സോ നീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ് പ്രൊജക്ട് മാനേജ്മെന്റ്? പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റീസിന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും വേണ്ടിയാണ്. അതുപോലെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷന്. ദെൻ കോർഡിനേഷൻ എങ്ങം ടീം മെമ്പേഴ്സിന്റെ ഇടയിൽ നമുക്ക് നല്ലൊരു കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രൊജക്ട് മാനേജ്മെന്റ് വേണം. അപ്പോൾ അതിന് റിസ്ക് ഐഡന്റിഫിക്കേഷൻ ആൻഡ് മാനേജ്മെന്റിന് വേണ്ടി നമുക്കൊരു പ്രൊജക്ട് വേണം. ദെൻ മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് പ്രൊജക്ട് പ്രോഗ്രസ്. ദെൻ മീറ്റിംഗ് കസ്റ്റമേഴ്സ് ആൻഡ് ഷേക്ക് ഹോൾഡേഴ്സ് റിക്വയർമെന്റ്സ്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഷേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ റിക്വയർമെന്റ്സിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ഓരോ പോയിന്റ്സ് നമുക്ക് ഒരുപാട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഓരോന്നും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് റിമെമ്പർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നീഡ് ചോദിക്കും, നീഡ് ഫോർ എ പ്രൊജക്ട് മാനേജ്മെന്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റ്. ഇത് ചില ക്വസ്റ്റ്യൻസ്, ചില ടോപ്പിക്സ് ഒക്കെ ചിലതൊക്കെ ഈക്വൽ ആണ് അല്ലെങ്കിൽ സെയിം ആയിട്ട് നമുക്ക് തോന്നാം, പക്ഷെ എന്നാലും അതിൽ ചില ഡിഫറൻസസ് ഉണ്ട്. സോ ഇമ്പോർട്ടൻസ് ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഫോർ അച്ചീവിങ് പ്രൊജക്ട് ഒബ്ജക്റ്റീവ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവായിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊജക്ട് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓരോന്നും ഹെൽപ്സ് അച്ചീവ് ദ പ്രൊജക്ട് ഗോൾ സിസ്റ്റമാറ്റിക്കലി. Then improves the communication among stakeholders, ensure the timely completion of projects, control the project's costs and budget, maintain the quality standards, reduce the uncertainties and project risk, increases the customer satisfaction, support the better decision making. അപ്പോൾ കുറച്ച് പോയിന്റ്സ് നമ്മൾ മടിച്ചു വെക്കുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്സ് ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റ്. ഇത് മൂന്ന് ടോപ്പിക് ആയിട്ട് കൊടുത്തത് കൊണ്ടാണ് 3 സൈഡ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കാം. ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ബെറ്റർ പ്ലാനിങ്, ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. ദെൻ ഇത് ഞാൻ ഓരോന്നും എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ബെറ്റർ പ്ലാനിങ് വേണം. ബെറ്റർ പ്ലാനിങ് ഉണ്ടാവും നമുക്കൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത്. ക്ലിയർ ഒബ്ജക്റ്റീവ്, ഷെഡ്യൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ദെൻ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി, ഒപ്റ്റിമൽ യൂസ് ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആണ്. നമുക്ക് നമ്മുടെ റിസോഴ്സിനെ ഒപ്റ്റിമൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ കോസ്റ്റ് കൺട്രോൾ ഒരു ബെനിഫിറ്റ് ആണ്. അതുപോലെ റിസ്ക് റിഡക്ഷൻ, നമുക്ക് റിസ്ക് കുറക്കാൻ പറ്റും. അതുപോലെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, നമ്മളെ പ്രൊജക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് ത്രൂ സാധിക്കും. അതുപോലെ എൻഹാൻസ്ഡ് ടീം വർക്കിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും.
കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഹയർ സക്സസ് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഇതാണ് 3 സിലബസിലുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. നീഡ്, ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് പ്രൊജക്ട് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിൽ ഇനീഷ്യേഷൻ ഫേസ് ഉണ്ട്, പ്ലാനിങ് ഫേസ് ഉണ്ട്, എക്സിക്യൂഷൻ ഫേസ് ഉണ്ട്, മോണിറ്ററിങ് ഫേസ് ഉണ്ട്, മോണിറ്ററിങ് കൺട്രോളിങ് ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോഷർ ഫേസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഫേസസും ജസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഓരോ ഫേസസ് നിങ്ങൾ റിമെമ്പർ ചെയ്ത് വെക്കുക. ഓരോന്നും ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 5 ഫേസസ് ആണുള്ളത്. സോ 5 phases ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്